الحمد لله رب العالمين والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. وقال النبي صلى الله عليه وسلم بادروا بالأعمال فتنا كقطع الليل المظلم يصبح الرجل مؤمنا ويمسي كافرا ويمسي مؤمنا ويصبح كافرا يبيع دينه بعرض من الدنيا أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം കരുണയും വാത്സല്യവും സ്നേഹമുള്ളവനാണ്. അല്ലാഹുവിൻ്റെ കരുണ അവൻ്റെ ഔദാര്യമാണ്. അല്ലാഹു തആല നമുക്ക് വർഷത്തിൽ റമദാൻ നൽകുക. റമദാൻ മാസം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മറ്റു മാസങ്ങളെപ്പോലെ നമ്മുടെ ജീവിതം ഗഫ്ലത്തിലായി അങ്ങനെ തീർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ റമദാൻ മാസം ഉള്ളതുകൊണ്ട് റമദാൻ വരുന്നു, ഒരുങ്ങുന്നു, തയ്യാറാവുന്നു, തൗബ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള സംവിധാനം അല്ലാഹു തന്നെ വെച്ച് തരാൻ. ഇത് അല്ലാഹു നമ്മളോട് ചെയ്ത വലിയ നിഅമത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിലും ശഅബാനിലും ബർക്കത്ത് ചോദിക്കുന്നതോടൊപ്പം റമദാനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ദുആയെ കുറിച്ച്, ഒരു മനുഷ്യനെ റമദാൻ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഖൈറുകളുമായിട്ടാണ് വരുന്നത്. വലിയ ഖൈറുകളുമായിട്ടാണ്. അതുകൊണ്ട് നമ്മളിലേക്ക് റമദാൻ സമാഗതമാവാനായി. ഇനി ആകെ ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അല്ലാഹു ആഫിയത്തിലും ആരോഗ്യത്തിലും റാഹത്തിലുമായി റമദാനിനെ വരവേൽക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എത്രയോ ആൾക്കാർ റമദാന്റെ തൊട്ടു മുമ്പുകളിൽ ഇന്നും കുറേ ആളുകൾ അല്ലാഹുവിലേക്ക് യാത്രയായി. റമദാനെ പ്രതീക്ഷിച്ചവരാണ്. അതുകൊണ്ട് റമദാനിൽ എത്തിച്ചേരാനുള്ള ദുആ, അതും ആഫിയത്തിലായി, റാഹത്തിലായി. എത്രയോ ആൾക്കാർ റമദാനിൽ ഉണ്ടാവും, പക്ഷേ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ വേറെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായി അതിൻ്റെ പേരിലൊക്കെ പല സ്ഥലങ്ങളിലും കുടുങ്ങി പോവാറുണ്ട്. ആഫിയത്തിനോട് കൂടി റമദാനിനെ വരവേൽക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. സന്മാരെ, റമദാന്റെ ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാവാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാന്റെ അവസാന ദിവസം സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ യാ അയ്യുഹൻ നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അളീം മുബാറക് ശഹ്റുൻ ഫീ ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫ് ശഹ്ർ എന്ന് തുടങ്ങി സുദീർഘമായ ഒരു ഹദീസ് പറയുന്നു. ഇതാ നിങ്ങൾക്കൊരു മഹത്തായ മാസം ഇതാ ആസന്നമായിരിക്കും. മുബാറക്കായ മാസമാണ്, ബർക്കത്തുള്ള മാസമാണ്. ആ മാസത്തിൽ 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട്. ജഅലല്ലാഹു സിയാമഹു ഫരീളതൻ വഖിയാമ ലൈലിഹി തതവ്വുഅ. ആ മാസത്തിലെ നോമ്പിനെ അല്ലാഹു നിങ്ങൾക്ക് ഫർളാക്കിയിട്ടുണ്ട്, രാത്രിയിലെ നമസ്കാരത്തെ നിങ്ങൾക്ക് സുന്നത്താക്കിയിട്ടുണ്ട്.
വമൻ തഖറബ ഇലൈഹി വമൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം, സുന്നത്തായ നല്ല കാര്യങ്ങളുമായി അള്ളാഹുവിനോട് അടുക്കുകയാണെങ്കിൽ അവൻ റമദാൻ അല്ലാത്ത മാസത്തിൽ ഫർള് നിർവഹിച്ചവനെ പോലെ. റമദാനിലെ സുന്നത്തിന് അള്ളാഹു ഫർളിന്റെ കൂലി തരും. വമൻ അദ്ദാ ഫീഹി ഫരീളതൻ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. ആരെങ്കിലും റമദാനിൽ ഒരു ഫർള് നിർവഹിച്ചാൽ അതല്ലാത്ത മാസത്തിൽ 70 ഫർള് നിർവഹിച്ച പ്രതിഫലം തരും. വഹുവ ശഹ്റു സബ്ർ വസ്സബ്ർ സവാബുഹു അൽ ജന്ന. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗ്ഗാണ്. ആ മാസത്തിൽ ക്ഷമ കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ക്ഷമയുടെ പ്രതിഫലം സ്വർഗ്ഗാണ്. നമ്മൾ നല്ല ഓർമ്മ ഉണ്ടാണ്. നമ്മളെ ഈ അധ്വാനം ഫുള്ള്, പരിശ്രമം ഫുള്ള് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമുക്ക് ക്ഷമ നഷ്ടപ്പെട്ടു. ക്ഷമ നഷ്ടപ്പെടലോട് കൂടി എന്ത് നഷ്ടപ്പെടും? ആ വഴി വരാനിരുന്ന സ്വർഗം നഷ്ടപ്പെട്ടു പോകും. എന്തിന്റെ മാസമാണ്? ക്ഷമയുടെ മാസം. ഒരു മാസം തന്നെ എന്തിൻ്റെയാണ്? നമ്മൾ റമദാൻ എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം വരൽ എന്തിന്റെ മാസമാണ്? നോമ്പിന്റെ മാസമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ നിർദ്ദന ശാസ്ത്രങ്ങൾ പറയാണ് ക്ഷമയുടെ മാസമാണ്. സബറിന് അള്ളാഹു പ്രതിഫലമായി വെച്ചത് എന്താണ്? സ്വർഗ്ഗാണ്. ആ മാസത്തിൽ മുഅ്മിന്റെ റിസ്കിനെ അള്ളാഹു അധികരിപ്പിക്കും. എന്താവും? അത് കറക്റ്റാണ്. റിസ്കിനെ അധികരിപ്പിക്കുന്നുള്ളത് ഏറ്റവും കൂടുതൽ തെളിവാരാണ്. സാധാരണ ഒരു നാസ്തി പിന്നെ ഒരു ഉച്ചകത്തെ ചോറുമാണ് എന്താകുന്നത്? മുടങ്ങുന്നത്. പക്ഷേ അത് അത്തായവും പിന്നെ നോമ്പ് തുറക്കണ ആ സമയത്തുള്ള കുറച്ച് പരിപാടികൾ, പിന്നെ തുറന്ന് മരുവിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടി, പിന്നെ തറാവിസ്കാരം കഴിഞ്ഞിട്ട് വേറെ, അങ്ങനെ പിന്നെ അത്താഴത്തിന് എഴുന്നേറ്റാൽ പിന്നെ സുബഹി വരെ. കാരണം ഇടക്കിടക്ക് ഞാൻ തോന്നും വൈകുന്നേരം വരെ നിൽക്കണ്ടായിരുന്നു. പിന്നെയും ആ മാസം തിന്നാൻ കിട്ടാത്ത ആരും ഉണ്ടാവില്ല. ഷഹ്റുൽ മുവാസാത്ത്, വിശാലതയുള്ള മാസാണ്. ഷഹ്റുൽ ഇസാദു ഫീ റിസ്ഖുൽ മുഅ്മിനി ഫീ, മുഅ്മിന്റെ റിസ്ക് അതിൽ വിശാലാവും. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു മഹത്തായ മാസാണ് നമ്മളിലേക്ക് വരാൻ. അതിന്റെ തയ്യാറെടുപ്പ് ഉണ്ടാവും, അതിനുവേണ്ടി ഒരുങ്ങണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വലിയ തയ്യാറെടുപ്പ് ഉണ്ടാവണം. മനസ്സിനെ ശുദ്ധിയാക്കണം. മനസ്സിനെ ശുദ്ധിയാക്കുക. നിരന്തരമായി തിന്മ ചെയ്യുന്നവർ, മദ്യപാനികൾ, അവരോട് ഈ പുണ്യമാസത്തിൽ വരെ അള്ളാഹു അവരോട് കരുണ ചെയ്യാത്ത മാസം. നിരന്തരമായി കഴിക്കുക, അബദ്ധത്തിൽ സംഭവിക്കുക അല്ലെങ്കിൽ സാഹചര്യത്തിൽ കുടുങ്ങി പോവില്ല, തിന്മകൾ നിരന്തരമായി ചെയ്യും. മുദ്മിനുഹം. അതുകൊണ്ട് അവർ തൗബ ചെയ്യുക. അതേപോലെ പിണക്കത്തിൽ കഴിഞ്ഞുകൂടുക. ഹൃദയത്തിൽ വൈരാഗ്യം, പക, വിദ്വേഷം അത് വെച്ച് പുലർത്തുക. ഉമ്മത്തികളിൽ മദ്യപിക്കുന്നവർ കുറവായി. സ്ഥിരമായി മദ്യപിക്കുന്ന ആൾക്കാർ, അതിന് കുറേ ആൾക്കാർ ഒഴിവുണ്ടാവും. സ്ഥിരമായി തിന്മ ചെയ്യുന്ന വ്യഭിചാരികൾ, ഒരു ഉമ്മത്തിൽ കുറേ ആൾക്കാർ മദ്യപിക്കാത്തവരുണ്ട്, കുറേ ആൾക്കാർ വ്യഭിചരിക്കാത്തവരുണ്ട്. പക്ഷെ ഈ പറഞ്ഞ തിന്മയിൽ നിന്ന് ഒഴിവാകൽ വലിയ പ്രയാസകരമായ തിന്മയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കീന, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, പക, വൈരാഗ്യം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടിയ സാധനം. ഹൃദയം ദുഷിക്കുക. വേറുള്ളതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യില്ലേ? പള്ളി ക്ലീൻ ചെയ്യും, വണ്ടി ക്ലീൻ ചെയ്യും, ഡ്രസ്സ് കഴുകും, വീട് ക്ലീൻ ചെയ്യും, എല്ലാം ക്ലീൻ ചെയ്യും.
പല്ല് വായൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യും, കാല് കഴുകും, ശരീരത്തിന് കുളിപ്പിക്കും, എല്ലാം ചെയ്യും. ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന സാധനം ഏതാണ്? ഹൃദയം. അതിൽ പക, വിരോധം. അപ്പൊ നമ്മൾ കേൾക്കും അള്ളാന്റെ അറിവ് കൊണ്ട് എനിക്കൊന്നും മാഷാ അല്ലാഹ് ഇല്ല എന്നൊക്കെ തോന്നും. ബൈ ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കണ്ടാൽ നമുക്ക് അതിൽ അസൂയ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയം എന്താണ് 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 നമ്മളെ ഹൃദയത്തിന്റെ മോശമാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നല്ല വണ്ടി ഉണ്ടെങ്കിൽ ഓൻ നമ്മളൊന്നും കാട്ടില്ല, ഓനാ വണ്ടിയിട്ട് ഇങ്ങനെ ഒരു 4 രജിസ്ട്രേഷൻ്റെ ഒരു ചിക്കർ ഒട്ടിച്ച് അതിലെങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നമുക്ക് എന്താവുക, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തോന്നുകയും അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ എന്തിന്റെ കേടാണ്? അതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം, കീന എന്നൊക്കെ പറഞ്ഞ സാധനം. അതാണ് മറ്റുള്ളവർക്ക് വരുന്ന നന്മന്റെ പേരിൽ ഇവൻക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഇവൻക്ക് അസ്വസ്ഥത കാരണം ഓരോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ഇവരിങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കയറിയിട്ടാണ് വെറുതെ തടയാം. എങ്ങനെ ഞാൻ എന്നോട് ആ സ്ഥലം ചോദിക്കണം, അവനൊന്നും കൊടുക്കണുണ്ടോ, പൈസ ഇല്ല വെറുതെ. എന്തിന്? ഒന്നുമില്ല, ഓനൊന്നും കാട്ടിട്ടില്ല. എന്നാലും ഓനായിട്ട് വാങ്ങിയ അങ്ങനൊക്കെ ആവുമ്പോ നമുക്കൊരു ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവരിൽ എന്തെങ്കിലും ഹൈറുണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമവും പ്രയാസം അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലുമൊക്കെ അവസ്ഥ ഉണ്ടാണെങ്കിൽ നമ്മളെ ഹൃദയത്തിന്റെ കേടാണ്. ഓ ഇത് പോയി കിട്ടുന്ന വലിയ പണിയാണ്, ഇത് പോയി കിട്ടുന്ന വലിയ പണിയാണ്. അബ്ദുല്ലാഹിബിൻ ആംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ആംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു, വേറെ ഇബാദത്തിന്റെ ആളായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചു. ആദ്യ രാത്രി മുമ്പിൽ നിസ്കരിച്ചു, നിസ്കരിച്ച് അങ്ങനെ എടുത്തു. അവിടെയുള്ള സ്ത്രീകളും അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അവർ ഏതായാലും ഭർത്താവ് നിസ്കരിക്കണം, ഓരോ നിസ്കരിച്ചു ഫ്രീ ആയി. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു വിവരം മോളോട് അന്വേഷിച്ച് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ് നിങ്ങളുടെ മകൻ നല്ല ആളാണ്, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മോനോടത്ത് പറയാൻ നബിതങ്ങൾ സാഹസങ്ങളോട് പോയി പരാതിപ്പെട്ടു. ഇപ്പൊ ഭയങ്കര നിസ്കാരം, എന്താണ് നിസ്കരിക്കില്ല എന്നുള്ളതല്ല, നിസ്കാരം കൂടുതലാണെന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാ നബിതങ്ങൾ സാഹസങ്ങൾ വിളിച്ചു. എന്താ അബ്ദുല്ലാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ രാത്രി നിസ്കരിക്കും, ഖുർആൻ ഖതം തീർക്കും, ഡെയിലി പകൽ നോക്കുന്നു. ഇതേക്കാളെ കാട്ടാം ഡെയിലി പകൽ നോക്കും. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞ ആദ്യം ഈ മാസത്തിൽ 3 നോമ്പ് പറ്റാം. ഇതിനെ മാസത്തിൽ 3 നോമ്പ് അള്ളാഹുവിന്റെ റസൂൽ ഇക്കിഞ്ഞും കഴിയും, ഇക്കിഞ്ഞും നോമ്പ് വെക്കാൻ കഴിയും. അങ്ങനെ നബിതങ്ങൾ സാഹസങ്ങൾ എന്നാലും 15 നോമ്പ് പറ്റുമെന്ന്, അല്ല കുറച്ചുകൂടി നോമ്പ് തിങ്കൾ അതൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു എന്നാ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ നോമ്പായിക്കോട്ടെ, എന്നുവെച്ചാൽ ഒരു ദിവസം നോമ്പ് വെൽക്കുക, ഒരു ദിവസം നോമ്പ് തുറക്കുക, നോമ്പ് നോൽക്കാതിരിക്കുക. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗവാസിനെ കാണാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു അതേ കാണാൻ കൊതിയുണ്ട്. നമ്മൾ ആ വാതിലിൻ്റെ ഒരാൾ ഒരു പാവം സഹാബി ഇങ്ങനെ വരുന്നുണ്ട്, ചെരുപ്പ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഉളു എടുത്ത് വരാണ്ട് താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റുന്നുണ്ട്. സഹാബി ഇങ്ങനെ വന്നു, അവരെ പോയി. വേറെ ദിവസം നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് സ്വർഗവാസിനെ കാണാൻ കൊതിയുണ്ട് ചോദിച്ചു. ആണ്ട് പറഞ്ഞു, നപ്പ വരും പറഞ്ഞു. അപ്പോൾ അതേമാതിരി അദ്ദേഹം ഉദൂരത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ്, താടിയിൽ നിന്ന് വെള്ളം കുറ്റിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിചാരിച്ചു ഇയാള് എന്ത് പരിപാടിയാണ്, സ്വർഗം കിട്ടാനാണ് ഇപ്പൊ ഈ കോലത്തിൽ ആര് മെനക്കെടുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അംർ ഡെയിലി നോമ്പും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ആ ആൾക്കാർക്കാണല്ലോ അതിനെപ്പറ്റി വലിയ എന്തുണ്ടാവുക, ചിന്ത ഉണ്ടാവുക. എന്താണ് ഇദ്ദേഹത്തിന് സ്വർഗം കിട്ടാനുള്ള കാരണം? അദ്ദേഹം വീട്ടിൽ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചു. നമ്മൾ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് 1-2 ദിവസം നമ്മളിവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു.
അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു പറഞ്ഞാൽ പോസ്റ്റ് ഇങ്ങനെ കെട്ടും അതൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്താക്കിയിട്ട് ഇയാളെന്താ കാട്ടുന്നത് നോക്കാൻ അദ്ദേഹം സാധാരണ അസ്സലാമു മുസ്ലിം കമുത്തയ്യാറിന് കൈയെത്തി സുഖമായിട്ട് ഉറങ്ങും. പിന്നെ സാധാരണ എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്കും. പിന്നെ പകലൊക്കെ കൂടണ്ട്, പ്രത്യേകിച്ചൊന്നും മൂപ്പര് ചെയ്യില്ല. രണ്ടാമത്തെ ദിവസം നോക്കി അപ്പോഴും ഇങ്ങനെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഉറങ്ങിപ്പോവുക എന്തായിട്ടായിരിക്കും. രണ്ടാമത്തെ ദിവസം നോക്കി, രണ്ടാമത്തെ ദിവസം അദ്ദേഹം അതേ വേണ്ട അള്ളാഹു മുസ്ലിം കമുത്തയ്യ ഉറങ്ങുക, ആ സുബീന്റെ ഒക്കെ നേരാകുമ്പോൾ എഴുന്നേക്കാം. വേറെ പരിപാടിയൊന്നും കാണില്ല, ഒച്ചപ്പാടില്ല, പാടില്ല, പരിപാടിയൊന്നുമില്ല. മൂന്നാമത്തെ ദിവസം അതേപോലെ കണ്ടു. അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടില്ല. നിബ്ദംഗ സാധനങ്ങളാ പറഞ്ഞത്, അതിൽ ഞെന്തില്ല, സംശയമില്ല. അയാൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞാൽ സ്വർഗവാസി തന്നെയാണ്, എനിക്ക് സംശയമില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ എങ്ങനെ എന്തായില്ല? ഇയാള് രാത്രി എന്തെങ്കിലും, പകല് നമ്മളെ കൂടെ ഉണ്ട്, ഒരു പ്രത്യേകിച്ച് അമലും നമ്മൾ കാണില്ല. രാത്രി ആയിട്ട് ഇയാളെ സ്വർഗം നേടുന്ന പരിപാടി നേരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അത് ചെക്ക് ചെയ്യാൻ നിന്നത്. അത് നോക്കുമ്പോൾ ചെക്കിങ് മനസ്സിലാവുന്നില്ല. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് തസ്ബീഹ് ചെയ്യുക, അതെങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വാപ്പി ഞാനൊന്നും പ്രസന്റ് ആയിട്ടല്ല, നിങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്താന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു പ്രത്യേകിച്ച് അമലൊന്നുമില്ല, സാധാരണമായിരുന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വലിയൊരു പ്രയാസമായിരുന്നു, എന്താണ് ഇത് നമുക്ക് മനസ്സിലാവാതെ വന്നപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പോകാൻ സമയത്ത് പറഞ്ഞു, ഒരു കാര്യം, ഞാൻ രാത്രി ഉറങ്ങാൻ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യനോടും ഒരു കീന, ഒരു മനുഷ്യനോട് എനിക്കൊരു വൈരാഗ്യമോ വെറുപ്പോ പകയോ അസൂയയോ കിബറോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഫുൾ സാഫായി നല്ല ഹൃദയമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അള്ളാഹോട് പറയാം, അള്ളാഹുവേ എനിക്ക് എൻ്റെ അടിമകളോടൊന്നും ആരോടും ഒരു വെറുപ്പ് പകയൊന്നുമില്ല, നീ എനിക്ക് കൊടുത്തു തരണേ, നീ എന്നോട് ഒരു വെറുപ്പ് പകയൊന്നും പകരുത്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓഹോ അത് തന്നെയാണ്, അതാണ് വലിയ ബുദ്ധിമുട്ടുള്ള അമൽ. തഹജ്ജുദൊക്കെ വേണം എന്ത് ചെയ്യാ, എന്ത് ചെയ്യുക വൈ തഹജ്ജുദ് നിസ്കരിക്കുക, ഖതം തീർക്കുക, ഒക്കെ ചെയ്യുക. പക്ഷേ ഇതൊന്നും അടിച്ചു വാരി നന്നാക്കുക എന്നല്ല. നനച്ചിലൊക്കെ നടന്നു, വാതിൽ കട്ടിൽ തുടച്ചു, ബെഞ്ച് തുടച്ചു, പാത്രമൊക്കെ റെഡിയാക്കി കഴുകി, മല്ലിമുളൊക്കെ രണ്ടാമത് എന്താക്കി ഫുള്ളാക്കി, ഒക്കെ സെറ്റാക്കി, ഒക്കെ റെഡിയായി. പക്ഷേ ദിൽ, ഹൃദയം, അത് ശരിയാക്കല്ല, അതൊരു വലിയ അമലാണ്. അള്ളാഹു താലക്ക് ആവശ്യമുള്ള സാധനം ഹൃദയമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത്. നമ്മൾ ഒറ്റ ആലോചിച്ച് നോക്കി, നമുക്ക് ആരോടും പകയില്ലാതെ, ആരോടും അസൂയയില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ഖൈറുണ്ടായാൽ അതിന് മാഷാ അല്ലാഹ് നമ്മൾ സന്തോഷിക്കുന്ന അവസ്ഥ. നമ്മളെ കൂടെയുള്ള ആൾക്കാർ, നമ്മളെ കുടുംബക്കാരന് അവർക്കൊക്കെ എന്തെങ്കിലും ഖൈറ് വരുമ്പോൾ നമുക്ക് ബേജാറാണ്. വണ്ടി എന്ത് വാങ്ങി, വീടെടുത്ത്, അതാക്കി, ഒക്കെ നമ്മളെ ഹൃദയത്തിൽ വെറുതെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. ദേഷ്യം വെക്കാനുള്ള ഒരു കാരണമില്ല, അയാളൊന്നും ഒന്നും ചെയ്തില്ല. പക്ഷെ അത് നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. ഹൃദയം അവസ്ഥ തന്നെ. അതുകൊണ്ട് മോശമായ ഹൃദയം സ്നേഹന്മാരെ, അതുള്ള ആൾ, അയാൾക്ക് റമദാന്റെ ഖൈറുകൾ വാങ്ങാൻ കഴിയില്ല, അയാൾക്ക് റമദാന്റെ ഖൈറ് വാങ്ങിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹൃദയത്തെ സാഫാക്കണം, ഹൃദയത്തെ നന്നാക്കണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഖദ് അഫ്ലഹ മൻ തസക്ക, പരിശുദ്ധിപ്പെടുത്തിയവൻ അവൻ വിജയിച്ചിരിക്കുന്നു തീർച്ചയായും. എന്താണ് ആ പരിശുദ്ധി? ഹൃദയം പരിശുദ്ധമാണ്. ഹൃദയം പരിശുദ്ധിയായ ബാക്കിയൊക്കെ പരിശുദ്ധമാണ്. ഹൃദയം പരിശുദ്ധായാൽ ബാക്കിയെല്ലാം പരിശുദ്ധം. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള പരിശ്രമമാണ് റമദാന്റെ മുന്നോടിയായി ചെയ്യാൻ. നനച്ചുള്ളി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നടത്തേണ്ടത് എവിടെയാണ്? ഹൃദയത്തിന്. സാഫായ ഹൃദയമായിട്ട്, പരിശുദ്ധമായ ഹൃദയമായിട്ട് റമദാനെ വരവേൽക്കും. എല്ലാവർക്കും വിട്ടുവീഴ്ച. എന്നാലേ ആ മനുഷ്യന്റെ ഹൃദയത്തിന്, ആ മനുഷ്യന് റമദാനിന്റെ ഖൈറുകൾ മുഴുവൻ വാങ്ങിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല ഹൃദയത്തിന്റെ അവസ്ഥകളെയാണ് നോക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണ്?
ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ അമലുകളിലേക്കുമാണ് അല്ലാഹു. നമ്മുടെ ഹൃദയം ആരോടെങ്കിലും വെറുപ്പ്, പക, അവസ്ഥകൾ ഇല്ല. ഹൃദയത്തിന്റെ കൈഫിയത്ത് അത് വലിയ സാധനമാണ്. അതുകൊണ്ട് റമദാനിന് മുമ്പായി നമ്മൾ പരിശുദ്ധവാന്മാരാവണം. റമദാൻ വന്നു തൗബയൊക്കെ ചെയ്ത് അവസാനത്തെ 27-ന് തൗബയൊക്കെ ചെയ്ത് നമ്മൾ റാഹത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. പിന്നെ പിറ്റേ 4 ദിവസം കഴിഞ്ഞാൽ എന്താവും? പെരുന്നാളോടുകൂടി പിന്നെ കഴിഞ്ഞ. അങ്ങനല്ല, റമദാൻ നമ്മൾ പരിശുദ്ധവാന്മാരായിരിക്കുമ്പോൾ വരണം. റമദാൻ മുബാറക്കാണ്, പരിശുദ്ധമായ റമദാനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളെ ഹൃദയവും പരിശുദ്ധമാക്കി റമദാനെ സ്വീകരിക്കണം. റമദാൻ ഏറ്റെടുക്കും. റമദാന്റെ ഒരു സെക്കൻഡ് പോലും പാഴാവാതിരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാന്റെ അവസാനത്തെ ദിവസം ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാന്റെ അവസാനത്തെ ദിവസം നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ചെയ്തത് ഇതായിരുന്നു എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതൊരു വലിയ മാസമാണ്, വലിയ മാസം. അതുകൊണ്ട് ഈ മാസത്തെ വരവേൽക്കണം നമ്മൾ. അതുകൊണ്ട് റജബിലും ശഅബാനിലും ബർക്കത്തിന് വേണ്ടി ചോദിച്ചു. റമദാനിൽ ഫ്രീ ആയി, റമദാനിൽ സമയം ഒഴിവാക്കിയെടുത്ത് മസ്ജിദുകളിൽ, ഖുർആനിൽ, അമലുകളിൽ കഴിഞ്ഞുകൂടണം. റമദാനിന്റെ അവസ്ഥനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് ഇത് ഇറക്കിയത്. ഇത് റമദാൻ മാസത്തിലാണുള്ളത്. റമദാന്റെ മാസം ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷെ ഖുർആൻ ഇറക്കിയത് റമദാനിലാണ്. എല്ലാ ഗ്രന്ഥങ്ങളും തൗറാത്തും ഇഞ്ചീലും സബൂറൊക്കെ റമദാനിലാണ് അല്ലാഹു തആല ഇറക്കിയത് എന്ന് ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഇത് ഖുർആന്റെ മാസമാണ്. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. ഇത് തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഓതണം വിചാരിച്ച് അത് പിന്നെ ഇങ്ങനെ പോയില്ലോ, 20 ആയില്ലോ. പിന്നെ വൽക്കെന്നെ തോന്നുന്നത് ഈ കൊല്ലം ഓതിയാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖാണെങ്കിൽ അടുത്ത റമദാൻ വിടൂല ഞാനിതൊക്കെ പറയും. വെറുതെ ആയിട്ട് നിൽക്കണ്ട. അതെല്ലാ കൊല്ലവും മറ്റേയാളെ പരിപാടിയാണ്. ഏത് ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ കേട്ട കാര്യമൊക്കെ ഫുള്ളോന്നു. അതുകൊണ്ട് ഈ കൊല്ലം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആൻ ശരീഫ് ഖതം തീർക്കണം. വേഗം ഓതാൻ അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് ഓതി തീർത്ത് ഖുർആൻ ശരീഫിന്റെ ഏതെങ്കിലും നല്ല പരിഭാഷകൾ ഒരളവ് വെച്ച് വായിക്കണം. 1 ജുസുവോ 2 ജുസുവോ 3 ജുസുവോ 5 ജുസുവോ ഒക്കെ വായിച്ച് തീർക്കും. നല്ല സ്വസ്ഥമായി വായിക്കുക. എൻ്റെ അല്ലാഹു എന്നോട് എന്താ പറയുന്നത് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. റമദാന്റെ സമയത്തെ നല്ല അവസരമായി കാണുന്നു. അതിനൊക്കെ വേണ്ടിയുള്ള തർത്തീബുകൾ ഇപ്പൊ തന്നെ ചെയ്യാം. വലിയ ജോലി തിരക്കുകളിൽ പോയി കുടുങ്ങാതിരിക്കുക. സാർമാരെ, സ്നേഹമാരെ, റമദാൻ കഴിഞ്ഞ വർഷത്തെ റമദാന്റെ അവസ്ഥ നമുക്കറിയാം. ഫുള്ള് ഫ്രീ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ഇല്ല മാഷാ അല്ലാഹ് തഖ്വയും ഇൽമും ഒക്കെ ഉള്ള ആളുകൾ അവര് നല്ലതിന് മുതലാക്കിയിട്ടുണ്ടാവും. നമ്മളെ പോലുള്ള സാധാ സീത ആൾക്കാർ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ഈമാനികമായ അവസ്ഥകൾ പറയാനോ കേൾക്കാനോ അവസരം ഉണ്ടായില്ല. പിന്നെ ബാക്കിയുള്ള ഗഫ്ലത്തുകളിൽ സമയം തീർന്നുപോയി. ഗഫ്ലത്തിന്റെ എല്ലാ സാധനങ്ങളും നമ്മളെല്ലാവരുടെ കയ്യിലും ആയിപ്പോയി. അതുകൊണ്ട് ആദ്യം തീരുമാനിക്കേണ്ടത് ഹൃദയം ശുദ്ധിയാക്കാന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് മോശമായ വസ്തുക്കൾ വരുന്നത് ഒന്ന് കണ്ണിലൂടെയാണ്. പലമാക്കൾ പറഞ്ഞത് നോമ്പ് 8 അവയവങ്ങൾക്കാണ്. 8 അവയവങ്ങൾ. അതിൽ 2 അവയവങ്ങളെ അല്ലാഹു തന്നെ ലോക്ക് ചെയ്തിട്ട് ബാക്കി 6 എണ്ണം. ബാക്കി 6 എണ്ണം. 2 എണ്ണത്തിന് നോമ്പ് വെച്ച് അല്ലാഹു എന്താക്കിയിട്ടുണ്ട്? ലോക്കാക്കിയിട്ട്. ഒന്ന് വയറാണ്, ഒന്നും കഴിക്കൂല. അത് എല്ലാവരും എന്ത് ചെയ്യും? നോമ്പ് വെൽക്കണ ആരും എന്ത് തിന്മ ചെയ്താലും എന്ത് ചെയ്യില്ല. ഹറാമ് കണ്ടു അതിന് വരുന്ന ചായ പിടിച്ചെന്ന് പറഞ്ഞു ചായ എന്തായാലും വെള്ളോ ചായ വയറിന് പിടിച്ചു. മറ്റൊന്ന് ഗുഹ്യ ഭാഗത്തെ. ബാക്കി 6 അവയവങ്ങളുണ്ട്. കണ്ണ്, ചെവി, നാവ്, കൈ, കാല്, ദിൽ, ഹൃദയം. ഈ അവയവങ്ങൾ നമ്മൾ സൂക്ഷിച്ചാലാണ് അത് നോമ്പാവുക.
റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയോ നോമ്പുകാരുണ്ട്, അവര് വെള്ളം, അവര് വിശപ്പൊക്കെ സഹിക്കുന്നുണ്ട്, പക്ഷെ അവര് വിശപ്പ് സഹിക്കുന്നതോട് കൂടി വിശപ്പ് സഹിക്കലല്ലാതെ വേറൊന്നും അവർക്ക് കിട്ടുന്നില്ല. എത്രയോ നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഉറക്കുകയിലല്ലാണ്ട് അവർക്ക് വേറൊന്നും കിട്ടുന്നില്ല. കാരണം അവരെ അവയവങ്ങളൊന്നും നിയന്ത്രണാവസ്ഥയിലല്ലല്ലോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ എനിക്ക് നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം. കാരണം കണ്ണ് കണ്ടുവച്ചത് അവിടെ ഉണ്ടാവും. എവിടെ? നിസ്കാരം കഴിഞ്ഞ് തരാൻ വേണ്ടി കണ്ണ് കണ്ടുവച്ചതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അടുത്ത നിസ്കാരാമത്തിനും അത് അതിന്റെ ഷെറുകൾ ഇങ്ങനെ ഇറക്കാണ്. 24 മണിക്കൂർ തിന്മ കാണുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? എന്തൊക്കെ കാണുന്നത്, എന്തൊക്കെ ചെയ്യുന്നത്, നമ്മളൊറ്റ ആലോചിക്കാൻ മതി. അതുകൊണ്ട് ഒരു കാര്യം ആദ്യം തീരുമാനിച്ചേക്കുക. നമ്മൾ വലിയ സൂക്ഷ്മതൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ റമദാൻ മാസത്തിനെങ്കിലും എന്താക്കുക. പഴയ കാലത്തൊക്കെ സിനിമന്റെ മറ്റെന്തായാലും പറയും ടിവിന്റെ മുകളില് ആൾക്കാരൊരു തുണിയൊക്കെ ഇടലുണ്ട്. എപ്പോ? റമദാനിൽ ഒരു തുണിയോ ഒരു ചാക്കൊക്കെ ഇട്ടേക്കും. റമദാൻ കഴിഞ്ഞിട്ട് നോക്കാം, റമദാനിൽ എന്തായാലും വേണ്ട. അപ്പൊ ശൈത്താൻ മനസ്സിലായി റമദാനിൽ വരെ എല്ലാ പാവങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പൊറുക്കപ്പെട്ടുകൊണ്ട്. അപ്പൊ പറഞ്ഞ ആ മൂടാത്ത പരിപാടി നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മുമ്പ് അങ്ങനെ ആലോചിച്ചു. അങ്ങനെ മൂടാതെ എപ്പോഴും കൊണ്ടുവരാം, പള്ളിക്കര കൊണ്ടുവരാം. ടി വി ഒക്കെ വളരെ പിടിച്ചിട്ട് ഇവിടേക്ക് വരാൻ പറ്റില്ല, പള്ളിക്ക് വരാൻ പറ്റില്ല. എന്നോട് അടുത്തൊരാൾ പറഞ്ഞു, ടി വിനൊന്നും പറയുന്നു വേണ്ട, അവിടെ മൊബൈലിനെ പറഞ്ഞാൽ മതി. ടി വി ഒക്കെ അവിടെ സെൻട്രൽ ഹാളിലുണ്ടായിരുന്നു, അതൊന്നും വലിയ കുഴപ്പമുണ്ടാക്കില്ല. അതിനേക്കാളും വലിയ കുഴപ്പമാണെന്ത്. അതുകൊണ്ട് നമ്മള് പട്ടിണി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിട്ടുണ്ടാവും. ഒരു ഖുറാന്റെ തഫ്സീർ നോക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ മറ്റേത് ആക്കൊന്നിട്ട് എന്തൊക്കെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് മറ്റേ എന്ത് തരുള്ളൂ, തഫ്സീർ തരുള്ളൂ. അങ്ങനെ ഹറാം കാണാതെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഫേസ്ബുക്കിലുള്ള ആൾക്കാർ, വാട്സപ്പിലുള്ള ആൾക്കാരൊക്കെ റമദാനിലേക്ക് എന്ത് ഓഫാക്കിയാണ്. എന്തായാലും പട്ടിണി എടുക്കുകയാണ്. കണ്ണുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എത്രയോ സമയം ഉണ്ടാവും. റമദാൻ മാസം വന്നു, കഴിഞ്ഞ റമദാൻ ഇങ്ങനായി, ഈ റമദാൻ ഇപ്പൊ പേടിയായിട്ടുണ്ട്, എന്തൊക്കെയായിട്ട് വരാന്നൊന്നും പറയാൻ പറ്റില്ല. ആടുപടൊക്കെ പൂട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു, ആടുപടൊക്കെ പൂട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു. നമ്മളിതിനെന്തൊക്കെ യാദൃച്ഛികമായാണ്, യാദൃച്ഛികമൊന്നുമല്ല. ഓരോ വർഷം കഴിയുന്തോറും ഈ മുഅ്മിനീങ്ങൾക്ക് വലിയ വലിയ പരീക്ഷണങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. വലിയ വലിയ പരീക്ഷണങ്ങളുടെ വാതിലുകൾ. അവർക്ക് സ്വസ്ഥമായി നോമ്പൊൽക്കാനോ സ്വസ്ഥമായി നിസ്കരിക്കാനോ സ്വസ്ഥമായി ഖുർആൻ ഓതാനോ ഒന്നും പറ്റാത്ത അവസ്ഥകളിലേക്ക് ടൈറ്റ് ആയി വരികയാണ്. കാരണം ഖിയാമത്ത് നാൾ അടുക്കുന്നതിനനുസരിച്ച് പ്രയാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മറ്റേ ആൾ വരാനായി. ദജ്ജാൽ അതിന്റെ എല്ലാ അവസ്ഥകളോടും കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ദജ്ജാലുകളൊക്കെ എത്തിക്കഴിഞ്ഞു. നാടുകളിൽ തിന്മ ആമ്മാവാണ്, ആളുകളിൽ തിന്മ ആമ്മാവാണ്, മുസ്ലിമീങ്ങളിൽ തിന്മ ആമ്മാവാണ്. വേണ്ടാത്തരങ്ങൾ ചെയ്യുന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ ഓരോടെന്തെങ്കിലും പറഞ്ഞാൽ പറയും അതൊക്കെ ആൾക്കാർ വെറുതെ പറയാം. അങ്ങനെ ഒരു ജീവിതമൊന്നുമില്ല, ജീവിതം പെടേ ഉള്ളൂ. അങ്ങനെ ആരാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാൻ ആൾക്കാർ. അങ്ങനെ ആൾക്കാരിങ്ങനെ ദീനില്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാവരും. അസ്സാബിറു അലാ ദീനിഹി ഖൽ ഖാബിദ് അലൽ ജമർ. ഖിയാമത്ത് നാളാവും അവനവന്റെ ദീനിന്റെ മേൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവൻ തീക്കട്ട പിടിച്ച മയിലുണ്ടാവും. അസ്സാബിറു അലാ ദീനി, അവന്റെ ദീനിന്റെ മേൽ ക്ഷമിച്ചു നിൽക്കണമെങ്കിൽ ഖൽ ഖാബിദ് അലൽ ജമർ, തീക്കട്ടൊക്കെ പിടിച്ചാൽ തലച്ചോറ് ഇങ്ങനെ പാതക്കും. സാർമാരെ ഇപ്പം തന്നെ സുന്നത്തുകളും ദീനൊക്കെ അങ്ങനെ ആയി തുടങ്ങി. ഒരു സുന്നത്തൊക്കെ വെക്കുന്ന ആൾക്കാർ വെറുതെ പരിഹസിക്കാണ്. വേറെ അപ്പുറത്തുള്ള ആൾക്കാർ, സുന്നത്ത് അറിയാത്ത ആൾക്കാർ പരിഹസിച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം അവർക്ക് അറിയില്ല. അറിയുന്ന ആൾക്കാർ പരിഹസിക്കുക, എല്ലാ അർത്ഥത്തിലും. ഇസ്ലാമിന്റെ പേരിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാവും. അധിക സ്കൂളിന്റെ പേരൊക്കെ വലിയ വലിയ ഇസ്ലാമിന്റെ പേര്, ഭയങ്കര പേരുകൾ. പക്ഷെ അവിടെ ഒരാൾക്ക് നിക്കാബ് ഇട്ട് വരാൻ പറ്റൂല, ഒരു ടീച്ചർക്ക് വരാൻ പറ്റൂല, ഒരു പെൺകുട്ടിക്ക് വരാൻ പറ്റൂല.
ആരാ വരാൻ പറ്റില്ല? പറഞ്ഞ ആൾക്കാരാണ്. സ്കൂളിന്റെ പേര് വലിയ മുസ്ലിം പേരേക്കും. എന്തുകൊണ്ടാണ് ഐറ്റങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടം അങ്ങോട്ടെത്തി, അവർക്ക് പേടിയാകാണ്. ഇടണോട്ടോട്ടെ, എല്ലാരോടും ഇടണമെന്ന് പറയാനുള്ള ധൈര്യം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇടുന്നവരോട് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യമാണുള്ളത്. ഇങ്ങനെ ഓരോ സാധനങ്ങളും എടുത്തു നോക്കി ദീൻ അനുസരിച്ച് ജീവിക്കൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങാൻ. കഴിഞ്ഞ റമദാന്റെ അവസ്ഥ നമുക്കറിയാം. റമദാൻ എന്താ അവസ്ഥ അറിയില്ല. കൂട്ടം കൂടാൻ പറ്റൂല, പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റൂല. ഇപ്പോഴും സഫുകൾ വിട്ടു നിൽക്കണ ഇമാം സാഹിബ് പഴയ കാലത്തൊക്കെ സഫു സുഫൂഫൊക്കെ പകരം ഇപ്പൊ പറയുന്നത് തന്നെ മാസ്ക് ഇടണം, ഇങ്ങോട്ട് നിൽക്കണം, അങ്ങോട്ട് നിൽക്കണം എന്നൊക്കെ പറയും. ആകെ പള്ളിയിൽ മാത്രമേ ഉള്ളൂ, വേറെ റോഡ് പോലൊന്നും കുഴപ്പമില്ല. ഫുള്ള് പാട്ടൊക്കെ പാടി ചാടാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഒക്കെ പേര് ചാട്ടാ റോഡ് പോയി. ഈ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഈ ചാടുന്നത്. ആർക്കും പ്രശ്നമല്ല. അപ്പൊ നമുക്ക് തോന്നിപ്പോവാണ്, ആൾക്കാർക്ക് ബേജാറാണ്. നീറാബും നീലാനാണ് വിട്ടു നിൽക്കണട്ടോ. എന്തുകൊണ്ട് പറഞ്ഞാൽ അങ്ങട്ടാണ് ദീനിന്റെ പോക്ക്, അല്ലെങ്കിൽ കാല അവസ്ഥകളുടെ പോക്ക് അങ്ങട്ടാണ്. അതുകൊണ്ട് ഇനി റമദാൻ എന്തായിരിക്കും നമുക്കറിയില്ല. നമുക്ക് ഒരു വേറൊരു കാര്യം അറിയുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ റമദാനെ, നമ്മളെ പ്രഭാഷണം, നമ്മളെ എല്ലാ കാര്യങ്ങളും സുഖമായി നടന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രയാസം അറിയില്ല. പക്ഷെ ഇതിങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴാ ഈ ഹദീസൊക്കെ നമുക്ക് മനസ്സിലാവുക. അസ്സാബിറു അലാ ദീനിഹി കൽഖാബിദ് അലൽ ജമർ. തീക്കണൽ പിടിച്ചമായിട്ടുണ്ടാവും ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആള്. ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്ക് തീക്കണൽ പിടിച്ചമായിട്ടുണ്ടാവും. കുടുംബത്തിൽ നിന്ന് പ്രശ്നമാക്കും, ഭാര്യ പ്രശ്നമുണ്ടാക്കും, മോൻ പ്രശ്നമുണ്ടാക്കും, വാപ്പ പ്രശ്നമുണ്ടാക്കും, പള്ളിയിൽ ഉസ്താദ് പ്രശ്നമുണ്ടാക്കും. ഖിയാമത്ത് ആ അടുത്തേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ ദജ്ജാലിന്റെ ആ വരവിന്റെ പോക്ക് എന്തായിരിക്കും പറഞ്ഞാൽ, നല്ല പോലെ സമുദായത്തിനെ കൊണ്ടെടുക്കാനുള്ള നേതാക്കന്മാര് വരെ ഉണ്ടാവില്ല. ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ഉണ്ടാവില്ല. ഇനി നേതാക്കന്മാരുണ്ടായാലെന്തായിരിക്കും അവസ്ഥ പറഞ്ഞാൽ, അവരശല്ലായ ആൾക്കാരുമായിരുന്നു. എന്നുവെച്ചാൽ കൈയൊക്കെ കുഴഞ്ഞങ്ങനെ, എന്നുവെച്ചാൽ കൈ കാലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊരു വിറക്കണ അസുഖമൊക്കെ അല്ലേ. ഗ്ലാസ് ഒന്നും പിടിച്ചാൻ പറ്റില്ല, കൈയുണ്ട്, നടക്കാൻ പറ്റില്ല, കാലുണ്ട്. ഇതേപോലെ നേതൃത്വം ഉണ്ടാവും, ഒന്നിനും പറ്റാതാവും. അതുകൊണ്ട് ഫിത്നകൾ കൂടി വരുന്നതിന് മുമ്പ് അവരവർക്ക് ചെയ്യാനുള്ളതൊക്കെ വേഗം ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബാദിറു ബിൽ അമാലി ഫിതനൻ ഖഖദഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനാ വയുംസി കാഫിറാ വയുംസി മുഅ്മിനാ വയുസ്ബിഹു കാഫിറാ യബിഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. നിങ്ങൾ അമലുകളിലേക്ക് ധൃതി കാണിച്ചോളി. ബാദിറു ബിൽ അമാലി ഫിതനൻ. ഫിതനകൾ വരുന്നതിന് മുമ്പായി ഫിതനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ തീരുന്നു. കഴിഞ്ഞ മാർച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു നോമ്പൊക്കെ ആകുമ്പോൾ എന്തായി കിട്ടും, എന്താ കിട്ടും, ശരിയായി കിട്ടും പറഞ്ഞു. പിന്നെ നോമ്പ് കഴിഞ്ഞാലെങ്കിലും എന്താവും, അങ്ങനെ ശരിയാവും വിചാരിച്ചപ്പോ ഇതെന്തായി, അതൊരു കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറച്ച് സമയം നമ്മളിങ്ങനെ റാഹത്തിലിരിക്കുമ്പോൾ രണ്ടാമത് അയാൾ കുപ്പായം കെട്ടി രണ്ടാമത് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അവസ്ഥകൾ. കാരണം ജൂതൻ അവന്റെ എല്ലാ പരിശ്രമങ്ങളും ചെയ്ത് അത് അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ജൂതന്റെ എല്ലാ വിക്രിയകൾ നമുക്കറിയാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോവാണ്. കാരണം ദജ്ജാലിന്റെ എല്ലാ പരിപാടികളായി തുടങ്ങണം. അതുകൊണ്ട് ഫിത്നകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യമാണ്. ഫിത്നകൾ വരും. ഖതഅൽ ലൈലിൽ മുദ്ലിം. ഇരുളടഞ്ഞ രാത്രിയുടെ കഷ്ണം പോലെ ഉണ്ടാവും. രാത്രിയുടെ ഇരുള് അതിന്റെ കഷ്ണം പോലെ ഉണ്ടാവും ഫിത്നയായിട്ട് വന്നാൽ കണ്ണൊന്നും കാണൂല. കണ്ണ് കാണാത്ത അവസ്ഥ വന്നാൽ എന്താ ഉണ്ടാവുക? പക്ഷെ ഇരുളടഞ്ഞ ഫിത്ന, ഈ കൂന്തലൊക്കെ കണ്ടില്ലെങ്കിൽ അതിനുള്ളിൽ ഒരു മഷി ഉണ്ടാവും. അതതിന്റെ ശത്രുവിനെ കണ്ടാൽ ഒറ്റ തുപ്പലാണ്. അവിടെ ഒരു കലങ്ങും, അതിൻ്റെ ഇടയിൽ അത് തടിയെടുക്കും. എന്നുവെച്ചാൽ ആരും കാണുന്നില്ല. ഇതേപോലെ ഫിത്ന വന്നാൽ ആരും സഹായിക്കാൻ കഴിയില്ല.
ഇമാം സാഹിബ് ഉണ്ടാവില്ല, ഖത്തീബ് സാഹിബ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടെ ഓരോ പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. അങ്ങനെ സ്വന്തം കുടുങ്ങിപ്പോണ അവസ്ഥ, ഇരുണ്ട് ഒഴുകരും ഫിത്നന്റെ. എത്ര ഫിത്നന്റെ എത്ര കടുപ്പുണ്ടാവും നിങ്ങൾക്ക്. രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരം ആവുമ്പത്തിന് കാഫിറായി പോയി. വൈകുന്നേരം മുഅ്മിനായിരുന്നു, രാവിലെ ആവുമ്പത്തിന് കാഫിറായി പോയി. കാഫിറാവ് പറഞ്ഞാൽ വേറെന്തോ സംഭവം നല്ല വൈ. മനുഷ്യർ ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞാൽ മതി. എങ്ങനത്തെ വാക്കാ പറഞ്ഞ? സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ഈമാനൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ കേട്ട? സ്വർഗത്ത് പോകാൻ ആകെയുള്ള നിബന്ധന എന്താണ്? എത്ര അമലിന്റെ കാര്യമില്ല, ഈമാൻ ഇല്ലെങ്കിൽ സ്വർഗത്ത് പോകും. അങ്ങനത്തെ ഒരു ജീവിതമൊന്നുമില്ല. ആര് നന്മ ചെയ്താൽ രക്ഷപ്പെടും എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ സാധാ. ദുനിയാവിന്റെ ജീവിതം ഒരു ജീവിതമല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മളോട് ജീവിക്കട്ടെ, നമ്മളോട് മരിക്കട്ടെ. നമ്മൾ പിന്നെ ഒരു പുനരുദ്ധാരണമൊന്നും ഉണ്ടാവില്ല. മക്കാര് പറഞ്ഞതാണ്. എന്താണ്? ദുനിയാവിന്റെ ജീവിതമാണ് എന്നെ മുത്തുവാക്കി. ഇവിടെ നമ്മൾ ജീവിക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ മരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ പുനരുദ്ധാരണമൊന്നുമില്ല. ആ കാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. ആ ജീവിതം ഇവിടെ ഉള്ളൂ, എൻജോയ് ചെയ്യണം. ജീവിതം ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലെ അർത്ഥം എന്താണ്? ഇവിടെ ഫുൾ എൻജോയ് ചെയ്യണം. വെറുതെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് തിന്നാൻ പറ്റില്ല, അത് കുടിക്കാൻ പറ്റില്ല, അത് ഒട്ടിക്കാൻ പറ്റില്ല, ഇത് ഇതാക്കാൻ പറ്റില്ല. ഒട്ടിച്ചതിന്റെ സുഖം നിങ്ങൾക്ക്, നാവുകളൊക്കെ ഒട്ടിച്ചതിന്റെ സുഖം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ ചെക്കന്മാര് പറഞ്ഞത്. വേറെ ജീവിതം വെറുതെ കാലൊക്കെ കളഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എന്തെങ്കിലുമൊക്കെ നല്ല എൻജോയ് ചെയ്ത് ജീവിച്ച റാഹത്തായി ആരങ്ങളോട് പറഞ്ഞ് മരിച്ചതിന്. സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഈ നിരീശ്വരവാദി, മറ്റേ ചങ്ങന്മാരുടെ പേരൊക്കെ ഉണ്ടല്ലോ, യുക്തിവാദി, അല്ലെങ്കിൽ വേറെന്താ ആ സാധനങ്ങളൊക്കെ, ആ വാദികളൊക്കെ സത്യത്തിൽ ഓർക്ക് അള്ളാഹുവിനോട് റസൂലിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. അവരെ ഇച്ഛകൾ പൂർത്തിയാക്കണമെങ്കിൽ അള്ളാഹു റസൂലിനെ നിഷേധിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ കുട്ടികൾക്ക് അള്ളണ്ടായി റസൂലുണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ചോര ഇച്ഛക്ക് ജീവിക്കണമെങ്കിൽ ഈ അള്ളി റസൂലിനൊക്കെ എന്ത് ചെയ്യണം? ഇല്ല എന്ന് പറയും, മാറ്റിവെക്കുകയും ദീനൊരു വിലങ്ങുതടിയായി കിടക്കുകയാണ്. സ്വേച്ഛപ്രകാരം ജീവിക്കുന്ന മനുഷ്യർക്ക് വിലങ്ങുതടിയാണ് ദീന്. അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യലാണ് ഓരോ പരിപാടി. അപ്പൊ അതിന് വേഗം തെഷ്കിൽ ചെയ്ത് എല്ലാവരും കിട്ടൂലേ? സുബീസ്കാരത്തിന് ആരും കിട്ടൂല, സുബീസ്കാരത്തിന് ആൾക്കാരും കിട്ടൂല. പക്ഷെ സുബീസ് ഇതൊക്കെ ടർഫ് എന്താണ്? ശനിയാഴ്ച രാത്രിയൊക്കെ ഫുള്ള് കളിയൊക്കെയാണ്. ഖിയാമുല്ലയിലുമായി എവിടെ ഇഷ്ടംപോലെ കുട്ടികൾ നമ്മളെ കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സുബീസ്കാച്ച ആരും വരൂല. കാരണം എന്താ പറഞ്ഞാൽ നന്മയിലേക്കുള്ള വിളി, നന്മയിലേക്കുള്ള വരവ് അത് വിലങ്ങുതടിയാക്കി വെച്ചേക്കാണ്. അങ്ങനൊന്നുമില്ല. ഇങ്ങനെ പോവാൻ ഫിത്നകൾ വന്നുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ധൃതി കാണിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദുനിയാവിന്റെ ചെറിയ പൈസക്ക് വേണ്ടി, ചെറിയ കാര്യത്തിന് വേണ്ടി ദീനിനെ ഉപേക്ഷിക്കാൻ റെഡിയാവും. ഒരു പോസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി ഇട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെറിയ തീ വേണ്ടാനായിക്കോട്ടെ, നമുക്ക് അങ്ങനെ വാസൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെങ്കിലും നമുക്കൊരു പണിയായ മതി. ഇങ്ങനത്തെ ഒരു കാലം വരുന്നത് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്? അമലുകളിലേക്ക് ധൃതി കാണിച്ചു. അതുകൊണ്ട് സാർമാരെ അമലുകൾ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ റമദാൻ വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലത്തെ റമദാന്റെ അവസ്ഥ എന്താ നമുക്കറിയില്ല. കഴിഞ്ഞ കൊല്ലത്തെ റമദാന്റെ അവസ്ഥ എന്താ നമുക്കറിയാം. ഇനി ഈ വരാൻ പോണ റമദാൻ എന്തൊക്കെയാണെന്ന് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് മാക്സിമം എത്ര അമൽ ചെയ്യാൻ പറ്റുമോ അത്രയും അമലുകളിലേക്ക് ധൃതി കാണിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റമദാന്റെ 1 മുതൽ തന്നെ പള്ളിയിൽ കയറി ഖുർആൻ ഓതലും അമലുകളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. അതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യം വീട്ടിൽ പോവാ, അത്യാവശ്യം ഷോപ്പിലൊക്കെ പോവാ. എന്നാലും ടെന്റും താവളും പരിപാടിയൊക്കെ എവിടെ? മസ്ജിദിൽ. അതിനോടത്തോളം മസ്ജിദായിട്ട് ബന്ധപ്പെട്ട് കഴിയാം. ഖുർആൻ ഓതുക, അമലുകളിൽ കഴിഞ്ഞുകൂടുക, ഹൃദയത്തെ ശുദ്ധിയാക്കുക. ഹൃദയത്തെ ശുദ്ധിയാക്കണം. ഹൃദയം ശുദ്ധിയില്ലെങ്കിൽ ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കണം.
സുന്നത്തായ നോമ്പുകളെ പറ്റി ഉലമാക്കൾ പറയുന്നുണ്ട്, അവയവങ്ങളെ സൂക്ഷിക്കാത്ത നോമ്പ് അവൻ ആ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്തിനു സൂക്ഷിക്കാത്ത നോമ്പ്? എന്തിനു സൂക്ഷിക്കാത്ത നോമ്പ്? അവയവങ്ങളെ കണ്ണിന് സൂക്ഷിക്കില്ല, ചെവിനെ സൂക്ഷിക്കില്ല, ബാക്കിയുള്ള അവയവങ്ങളൊന്നും സൂക്ഷിക്കില്ലെങ്കിൽ പിന്നെ ഒരു സുന്നത്ത് നോമ്പ് വെച്ചിട്ട് എന്താ കാര്യം? നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അവന്റെ അവയവങ്ങളെ നിയന്ത്രിക്കലാണ്. അവന്റെ ഫർദോമിന്റെ അവസ്ഥ ഫർദത്താൽ നോമ്പ് നോക്കണം. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളൊക്കെ സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മസ്ജിദുകളിൽ അഭയം തേടേണ്ട സമയമായി കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കണം. ഈ ഫിത്നകളിൽ നിന്ന് മുഴുവൻ രക്ഷപ്പെടാനുള്ള ഒരു വഴി സത്യത്തിൽ ദുആയാണ്. ഫിത്നകൾ ഒന്നല്ലോ ഇനി എന്താ കാട്ടുക, നമ്മളാകെ കുടുങ്ങി വരട്ടെ, അങ്ങനൊന്നല്ല. മനുഷ്യനവന്റെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞ് അവൻ തൗബയും ഇസ്തിഗ്ഫാറും കരച്ചിലും ദുആയും നടക്കുകയാണെങ്കിൽ ഫിത്നകൾ എന്തായാലും വരുന്ന വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവൻ അല്ലാഹു എന്താക്കും? അവൻ അല്ലാഹു രക്ഷപ്പെടുത്തി. അവൻ അല്ലാഹു എന്താക്കും? രക്ഷപ്പെടുത്തും. അവൻ അല്ലാഹു രക്ഷപ്പെടുത്തും. അവന്റെ ദുആ ഉണ്ട്, അവന്റെ കരച്ചിലുണ്ട്. നമ്മൾ കേൾക്കണ്ട കാലത്താൽ അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോ ഞാനായിട്ട് രക്ഷപ്പെടില്ലല്ല. ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള ഫിക്റിൽ, രക്ഷപ്പെടാനുള്ള കരച്ചിൽ, രക്ഷപ്പെടാനുള്ള അധ്വാനം ഉണ്ടെങ്കിൽ, ദുആ ഉണ്ടെങ്കിൽ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടോ? കാര്യങ്ങളൊക്കെ നടന്നു. ശക്തമായ മഴ, റോഡിലൊക്കെ പെയ്യലാണ്. പക്ഷെ കോട്ടിട്ട് പോണവനോ അങ്ങനെ പോകണ്ടോ? ഓൻ പറയാം ഉഷാറായിട്ട് പെയ്യട്ടെ അറിയാം. അവന്റെ വണ്ടികളുടെ തിരക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വണ്ടി ഗ്ലാസൊക്കെ പൊന്തിച്ചു പോണ ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? എ സി ഒക്കെ ഇട്ട് ഗ്ലാസൊക്കെ എ സി ഇല്ലെങ്കിലോ ഗ്ലാസ് പൊന്തിക്കലും നടക്കൂല. തുറന്ന വണ്ടിയിൽ വെള്ളമാവും, വേണ്ട സീഡാക്കി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നല്ല മഴ പെയ്യുമ്പോഴും ആളുകൾ മഴ കൊള്ളാതെ പോകുന്നുണ്ട്. അതിനുള്ള പരിപാടിയായിട്ട് ഇതേപോലെ ഫിത്നകൾ ഇറങ്ങുന്നുണ്ട്. നല്ല പോലെ ദുആ, നല്ല പോലെ കരച്ചിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ കേണപേക്ഷിക്കൽ, ആ അമൽ നടന്നാൽ അല്ലാഹു ആ മനുഷ്യനെ എന്താക്കും? ഈ ഫിത്നകളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടു. ഫിത്നകൾ എന്തായാലും വരാനുള്ളതാണ്. അത് ദജ്ജാലിന്റെ വരവിലേക്കുള്ള പോക്കാണ്. ഏറ്റവും ഷർറ് ദജ്ജാലാണ്. അബിൽ ദജ്ജാല ഫശർറു ഗായിബിൻ യുൻതം. നിങ്ങൾ ദജ്ജാലിനെയാണ് കാത്തിക്കുന്നത്. ഏറ്റവും ശരി. നമുക്ക് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നമ്മള്. എന്തോ സംഭവമാണ്. പക്ഷെ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഷർറ് ദജ്ജാലിന്റെ. മുഴുവൻ നബിമാരും ദജ്ജാലിന് കാവലിന് ചോദിച്ചിട്ടുണ്ട്. ദജ്ജാലിന്റെ വരവ് വളരെ അടുത്തതാണ്. അതിന്റെ തെളിവെന്താണ്? റസൂലുള്ളാഹി ശാസനകൾ വന്നു എന്നുള്ളതാണ്. എന്താണ് നബിതങ്ങൾ അവസാനത്തെ നബി വന്നതോടുകൂടി ദജ്ജാലിന്റെ വരവെന്തായിന്? ഉലമാക്കൾ എഴുതുന്നുണ്ട്, ദജ്ജാലിന്റെ വരവ് അടുക്കൽ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആളുകൾ ദജ്ജാലിൽ നിന്ന് കാവലിനെ ചോദിക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ദജ്ജാൽ വരാനായിട്ടുണ്ട്. നമ്മൾ സാധാരണ അത്തയ്യാത്തിലാണ് എന്ത് ചെയ്യല്? ഫിത്നത്തിൽ മഹിയ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ വരണ്ട്. ആ അത്തയ്യാത്ത് നമ്മള് ആ പ്രാർത്ഥന നമ്മൾ സത്യത്തില് ഫർളുസ്കാരത്തിൽ ഇമാമുള്ളതുകൊണ്ട് നമ്മൾ ചൊല്ലി കൊടുക്കാൻ ഇല്ലെങ്കിൽ നമ്മളാകുന്നു സുന്നത്തിൽ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വേഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് തുടങ്ങിയാൽ തന്നെ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ആ കാക്കു ദജ്ജാൽ വരാനായിട്ടുണ്ട്. അതുകൊണ്ട് ദജ്ജാലിനോട് കാവലിനെ ചോദിക്കാത്ത പ്രവാചകന്മാരില്ല. അത് വലിയൊരു ഫിത്നയാണ്. അതിന് ഒരു ചെറിയ ഈമാനോടൊന്നും മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സാർമാരെ സ്നേഹിമാരെ, നമ്മൾ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കണം. ഈമാൻ ഇന്ന് അൽഹംദുലില്ലാഹ് മസ്ജിദുകളിൽ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ട് റമദാന്റെ നല്ല സമയങ്ങൾ മസ്ജിദുകളിൽ ചെലവാക്കി റമദാനിനെ നല്ല നിലയിൽ എഴുത്തിക്കാപ്പ് കൊണ്ട്, ഖുർആന്റെ തിലാവത്ത് കൊണ്ട്, നല്ല അമലുകളെ കൊണ്ട് ഇതിനെ സജീവമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് നമ്മളെ സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കി നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാനും ബാക്കി അമലുകളിലായി. അതുകൊണ്ട് റമദാനിനെ വരവേൽക്കണം നല്ല ഹൃദയശുദ്ധിയോടുകൂടി. അതുകൊണ്ട് തൗബ ചെയ്യണം റമദാൻ വരുന്നതിന് മുമ്പായി തന്നെ. ഞാൻ കുറഞ്ഞ ദിവസങ്ങളുണ്ടല്ലോ, അതിന് മുമ്പ് എവിടെയെങ്കിലും ഇരുന്ന് നല്ല പോലെ തൗബ ചെയ്ത് കുറച്ചാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഒരാളോട് എനിക്ക് വെറുപ്പില്ല, ഹീനല്ല,
മനസ്സിനെ സാഫാക്കുക, കുടുംബ ബന്ധങ്ങളെ ചേർക്കുക. ഇങ്ങനെ റമദാനെ ഏറ്റവും നല്ല നിലയിൽ നമ്മൾ വരവേൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആഫിയത്തോടു കൂടി, നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല ഈമാനോടു കൂടി റമദാനെ വരവേൽക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏറ്റവും നല്ല നിലയിൽ, അള്ളാഹു നമ്മളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ റമദാനിനെ നമുക്ക് മുതലാക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ നോമ്പും അതേപോലെ തന്നെ തറാവിയും അതേപോലെ തന്നെ ഖുർആന്റെ തിലാവത്തും നമ്മുടെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കലും എല്ലാം നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളെ കൂടുതലിനെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകളെ പടച്ചവൻ സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ. അവർക്ക് എന്നേക്കുമായി സന്തോഷത്തിന്റെ റാഹത്തിന്റെ വിരിപ്പുകൾ അള്ളാഹു ഖബറുകളിൽ വിരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മളെ സാധാരണ പള്ളിയിൽ നടന്നുകൊണ്ടിരുന്ന ജുമാ, നമ്മൾ സാധാരണ ഏകദേശം 1 മണിക്കാണ് നമ്മൾ ജുമാന്റെ ഖുത്ബ ഉണ്ടായിരുന്നത്. അതിന് ശേഷമായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. ഈ ലോക്ക്ഡൗണും ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ജുമാന്റെ മുമ്പ് സംസാരം ആയിരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് 1 മണിക്ക് തന്നെ ജുമാന്റെ ഖുത്ബ ഉണ്ടാവും. അത് കഴിഞ്ഞ ഉടനെ നിസ്കാരം ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും സംസാരം ഉണ്ടാവുക. അതുകൊണ്ട് അറിയാതെ മറന്നുപോയി 2 മണിക്ക് വരാൻ ആരും ശ്രമിക്കരുത്. 2 മണിക്ക് വരുമ്പോഴത്തേനും ജുമാ എന്തായിട്ടുണ്ടാവും, കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാവരും ഓർത്ത് വെക്കണം. ആരെങ്കിലും ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആരെങ്കിലും 1-2 ആഴ്ചയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഓരങ്ങൾ ഉണർത്തുകയും വേണം. അള്ളാഹു കബൂലാക്കുമാറാണ്.